നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. മന്ത്രി OJ ജനീഷിന് ഉച്ചഭക്ഷണം നൽകിയതിൽ തെറ്റില്ലെന്ന് CPI പുറത്താക്കിയ PS അബ്ദുൾ റഹ്മാൻ. 55 വർഷമായി CPI പ്രവർത്തകനെന്നും പ്രതികരണം. അബ്ദുൾ റഹ്മാനുമായി ആശയവിനിമയം നടത്തി മറ്റ് പാർട്ടികളിലെ നേതാക്കൾ. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായില്ല. മണ്ണിടിച്ചിൽ ഭീതിയിൽ തൃശൂർ രാമവർമ്മപുരത്തെ നിരവധി കുടുംബങ്ങൾ. നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് കത്ത് നൽകി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ്. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. ജില്ലാതല പ്രവേശനോത്സവം മാള സോക്കോർസോ സ്കൂളിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ക്ഷീരകർഷകന് ലഭിക്കുക 3 രൂപ 35 പൈസ. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതലകൾ നൽകി സർക്കാർ ഉത്തരവിറക്കി. തൃശൂർ ജില്ലയുടെ ചുമതല മന്ത്രി OJ ജനീഷിന്. മണലൂർ ഏനാമാവ് റോഡിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 മരണം. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ ബൈക്കിൽ ലോറി ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഉത്രാളിക്കാവിന് സമീപം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി തൂണിലിടിച്ചു മറിഞ്ഞ് പത്താങ്കല്ല് സ്വദേശികൾക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്. മന്ത്രി OJ ജനീഷിന് ഉച്ചഭക്ഷണം നൽകിയതിൽ തെറ്റില്ലെന്ന് CPI പുറത്താക്കിയ PS അബ്ദുൾ റഹ്മാൻ പ്രതികരിച്ചു. 55 വർഷമായി CPI പ്രവർത്തനാണെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. നാടിന്റെ മന്ത്രിയായ ജനീഷിന് വീട്ടിൽ ഭക്ഷണം ഒരുക്കി നൽകിയത് പൂർണ്ണമായും ശരിയാണെന്നും അത് ബോധപൂർവമാണെന്നും അഷ്ടമിച്ചിറ സ്വദേശിയായ PS അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. പുറത്തേക്കെന്ന് പറയുമ്പോൾ വീട്ടിലിപ്പോ എന്റെ വൈഫിന് വളരെ വിഷമം തോന്നി. കാരണം വൈഫിനെയും ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ നേതൃത്വങ്ങൾക്കൊക്കെ എന്റെ വൈഫിനെ അറിയാം. അതൊരു മാനസിക വിഷമം ഉണ്ടാക്കി. അല്ല ഇപ്പൊ ഈ വിവരം ഞാൻ പറഞ്ഞിട്ട് അറിയുമ്പോ എന്താണ് പെട്ടെന്ന് ഇവർക്ക് അത് മാനസികമായിട്ടൊരു വലിയ വിഷമം തോന്നി. എന്തായാലും ഇങ്ങനൊരു നടപടി വരുന്നു വിചാരിച്ചില്ല. കാരണം നമ്മൾ ഇങ്ങനൊരു പരിപാടി അല്ലല്ലോ ചെയ്തത്. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ഒരു സംഭവമല്ല നമ്മൾ ചെയ്തത് എന്നുള്ള തോന്നല്. വിദേശത്ത് നിന്നെത്തിയ മകൻ യാസർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മന്ത്രിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം നൽകിയത്. മകന്റെ ആവശ്യം ശരിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഭക്ഷണം ഒരുക്കിയത്. 2020 വരെ 8 വർഷത്തോളം CPI മാള ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു താൻ. 55 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. അഷ്ടമിച്ചിറയിൽ ചെരുപ്പ്, ബാഗ്, സ്റ്റേഷനറി വ്യാപാര സ്ഥാപനം നടത്തുന്ന 76-കാരനായ പള്ളിപ്പറമ്പിൽ അബ്ദുൾ റഹ്മാൻ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുക്കുഞ്ഞിയുടെ പാത പിന്തുടർന്നാണ് പാർട്ടിയിലെത്തിയത്. മന്ത്രി OJ ജനീഷിന് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നോട്ടീസ് അഷ്ടമിച്ചിറ ബ്രാഞ്ച് സെക്രട്ടറി AK തങ്കപ്പനാണ് വെള്ളിയാഴ്ച നേരിട്ട് നൽകിയത്. അതിനിടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ അബ്ദുൾ റഹ്മാനെ കണ്ടും ഫോണിലൂടെയും സംസാരിച്ചിട്ടുണ്ട്. TCV മാള. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർണ്ണമാകാത്തതിനാൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ തൃശൂർ രാമവർമ്മപുരത്തെ നിരവധി കുടുംബങ്ങൾ. നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. രാമവർമ്മപുരം ആനപ്പാറ റോഡിലാണ് അപകടകരമാം വിധമായ സ്ഥിതിയുള്ളത്. വേരുകൾ തെളിഞ്ഞു കാണുന്ന രീതിയിൽ ഭീതി വിതച്ച് 20 അടിയിലേറെ ഉയരത്തിൽ നിൽക്കുന്നത് വൻ മരങ്ങളാണ്. ചെറുമഴയിൽ പോലും വെള്ളത്തിനൊപ്പം നേരിയ തോതിൽ മണ്ണ് ഒലിച്ചിറങ്ങുന്നതിനാൽ റോഡ് വരെ ഇടിഞ്ഞു താഴുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നു. സമീപത്തായി നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. കാറ്റും മഴയും ഇവരിൽ വിതയ്ക്കുന്ന ഭീതി ചെറുതല്ല. വീടിന്റെ മുകളിൽ കൂടെ ഒരു വഴി പോണ്ടേ, റോഡാണത്. അത് ചോട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ നാൾ വീണതാണ്. പിന്നെ വണ്ടികളൊക്കെ പോയി. ഇനി മണ്ണിടി ഉണ്ട്, എല്ലാ കൊല്ലവും മണ്ണിടിക്കും. പിന്നെ അവിടെ ഈ മരങ്ങളൊക്കെ നിൽക്കുക, വേര് വണ്ണം വെച്ച് വരുമ്പോൾ മണ്ണിങ്ങനെ ഇടിഞ്ഞു വീഴുന്നു. കാറ്റും മഴ വീഴുമ്പോൾ 2 കുട്ടികളായിട്ട് താമസിക്കുന്ന വീടാ. കുറച്ച് ഭാഗം കെട്ടി നിൽക്കുന്നുണ്ട്. അതിന് കുറച്ചും കൂടി കെട്ടാണ്ട്. അത് 20 കൊല്ലമായി അത് ഇങ്ങനെ ബാക്കി നിർത്തി പോയിട്ട് അതൊന്ന് കെട്ടി കിട്ടണം. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന റോഡാണിത്. സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ റോഡിന്റെ വശത്തെ മണ്ണിടിയുന്നത് വാഹനയാത്രികരിലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ മുകൾ വശത്തായിട്ട് വലിയ റോഡ് പോകുന്നുണ്ട്. അതിലെ വലിയ വലിയ വണ്ടികളൊക്കെ പോണതാ. മണ്ണിടിച്ചിലുണ്ട്. നല്ല മഴ പെയ്താൽ മണ്ണിടിച്ച് വീഴും. അപ്പോൾ അതുപോലെ തന്നെ വണ്ടികൾ പോകുമ്പോഴൊക്കെ പ്രശ്നമാണ്. ഇവിടെ ചെറിയ കുട്ടികളുള്ള അവർ കളിക്കാനൊക്കെ വരുമ്പോൾ പ്രോബ്ലമാണ്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ വേണം. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് മുൻകരുതൽ വേണം എന്നുള്ള രീതിയിൽ ചെയ്ത് തീർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. 15 വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും പൂർണ്ണമാക്കിയില്ല. ഇതാണിപ്പോൾ റോഡിന്റെ വശങ്ങളിടിഞ്ഞ് അപകട ഭീഷണി സൃഷ്ടിക്കാൻ കാരണം. ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച്
അപകട ഭീഷണി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ കൂടിയായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ മേയർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഏകദേശം 20-ലധികം കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഭീതിയിലൂടെയാണ് ജീവിക്കുന്നത്. മഴക്കാലമാകുമ്പോൾ മണ്ണിടിയുന്നു, അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്, അത് മറിഞ്ഞു വീഴുമെന്നുള്ള പേടിയുണ്ട്. മുകളിൽ കൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ആ വാഹനങ്ങൾക്കടക്കം ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന രീതിയിലേക്കാണ് ഈ സൈഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അടിയന്തരമായിക്കൊണ്ട് കോർപ്പറേഷനകത്ത് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ കത്തും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായിക്കൊണ്ട് ഇതിനകത്തൊരു പ്രതിവിധി ഉണ്ടാകണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് സൂചിപ്പിക്കാനുള്ളത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അധികൃതർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട് അപകടഭീതി അകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. കളിച്ചു തിമിർത്ത 2 മാസത്തെ അവധിക്കാലം അവസാനിക്കുകയാണ്. വിദ്യാലയ മുറ്റങ്ങൾ വീണ്ടും കുട്ടികളുടെ കളിച്ചിരികളാൽ മുഖരിതമാകും. ഒപ്പം അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ കൂടി തുറക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ മാള സോക്കോർസോ സ്കൂളിലാണ്. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. നീണ്ട പ്രസംഗങ്ങൾ ഒഴിവാക്കി കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. പഠന സമയം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ കലണ്ടറും തയ്യാറായി. LP സ്കൂളുകളിൽ 800 മണിക്കൂറാണ് അധ്യയനം എന്നതിനാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കില്ല. ഇത്തവണ 197 പ്രവൃത്തി ദിനങ്ങളുണ്ടാകും. UPയിൽ 1000 മണിക്കൂർ പ്രവൃത്തി ദിനമാക്കാൻ 3 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കും. ഹൈസ്കൂളിന് 1200 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ 7 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർധനവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മിൽമയുടെ കവറിൽ പഴയ വിലയാകും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ പാൽ വാങ്ങുമ്പോൾ ലിറ്ററിന് 4 രൂപ വരെ അധികം നൽകേണ്ടി വരും. 1 മാസം വരെ ഇത് തുടരും. പുതിയ വില പ്രിന്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. മഞ്ഞ കവറിന്റെ വില 25 നിന്ന് 27 രൂപയാകും. നീല കവറിന്റെ പുതുക്കിയ വില 30 രൂപയാണ്. നേരത്തെ 26 രൂപയാണ് ഉണ്ടായിരുന്നത്. ഓറഞ്ച് കവറിന്റെ വിലയും 30ആയി. നേരത്തെ 28 രൂപയായിരുന്നു. പച്ച കവറിന് ഇനി 32 രൂപ നൽകണം. നേരത്തെ 29 രൂപയായിരുന്നു. തൈര് 525 ഗ്രാമിന് 35 രൂപയിൽ നിന്ന് 40 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ക്ഷീര കർഷകരുടെ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പാൽവില കൂട്ടുന്നതെന്നും ലിറ്ററിന് 4 രൂപ കൂട്ടുമ്പോൾ മൊത്തം വർധനയുടെ 83.75% തുക, അതായത് 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കുമെന്നും മിൽമ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ മിൽമ പാൽവില കൂട്ടിയത് 2022 ഡിസംബർ 1-നായിരുന്നു. അന്ന് ലിറ്ററിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് TCV. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതലകൾ നൽകി സർക്കാർ ഉത്തരവിറക്കി. ഇതനുസരിച്ച് തൃശൂർ ജില്ലയുടെ ചുമതല മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. തിരുവനന്തപുരം CP ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, പത്തനംതിട്ട PC വിഷ്ണുദാത്ത്, ആലപ്പുഴ M ലിജു, കോട്ടയം മോൻസ് ജോസഫ്, ഇടുക്കി അനൂപ് ജേക്കബ്, എറണാകുളം റോജി M ജോൺ, പാലക്കാട് N ഷംസുദ്ദീൻ, മലപ്പുറം PK ബഷീർ, കോഴിക്കോട് AP അനിൽകുമാർ, കണ്ണൂർ സണ്ണി ജോസഫ്, കാസർകോട് KM ഷാജി എന്നിങ്ങനെയാണ് മറ്റ് മന്ത്രിമാരുടെ ചുമതലകൾ. മണലൂർ ഏണാമാവ് റോഡിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്തുപറമ്പിൽ 17 വയസ്സുള്ള പ്രണവ്, കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരിച്ചത്. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയാണ് അഭിമന്യു. പരിക്കേറ്റ 2 പേരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. ഇടറോഡിലേക്ക് തിരിഞ്ഞ പിക്കപ്പ് വാനിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവാവ് ലോറി ഇടിച്ചു മരിച്ചു. അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി 42 വയസ്സുള്ള സജോഷാണ് മരിച്ചത്. മണ്ണുത്തിയിലെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് മരിച്ച സജോഷ്. ജോലി കഴിഞ്ഞ് വരും വഴി തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ വെച്ച് മറ്റൊരു വാഹനം സജോഷിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജോഷ് പുലർച്ചെ മരിച്ചു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് വളവിന് സമീപം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ പത്താങ്കല്ല് സ്വദേശികൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുത ബന്ധവും തകരാറിലായി.
തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത അമ്മയെയും മകളെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെല്ലങ്കര സ്വദേശിനികളായ കുന്നമ്പത്ത് ശ്രീദേവി, മകൾ ആതിര എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയിൽ കാലിനും കൈക്കും മുഖത്തും പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ നാട്ടുകാർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം ഓടിച്ചിരുന്ന ആളെ കണ്ടെത്തി പോലീസ് പിഴ ഈടാക്കി. ഗ്ലോറിയ ബേബി എന്നയാളുടെ പേരിലുള്ള കാറാണ് അപകടത്തിനിടയാക്കിയത്. ഇടവേള. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ അങ്കനവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. പുലരി അങ്കനവാടിയുടെ ടെറസിന് മുകളിൽ 480 ഗ്രാം കഞ്ചാവാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അങ്കനവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കെട്ടിടം വൃത്തിയാക്കുന്നതിനിടയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തു. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. നമുക്ക് ലഹരിയുടെ വേരറുക്കാമെന്ന ക്യാപ്ഷനുകളോടെയാണ് നെയിം സ്ലിപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. വിതരണോദ്ഘാടനം നാളെ മാളയിൽ നടക്കുന്ന ജില്ലാതല പ്രവേശനോത്സവത്തിൽ മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ദിശയിലേക്കുള്ള പാലം വെള്ളിയാഴ്ചയോടെ പൂർണ്ണമായും തുറക്കും. പാലത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തെ എക്സ്പാൻഷൻ ജോയിന്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികളാണ് ഏറ്റവും ഒടുവിൽ പൂർത്തീകരിച്ചത്. എന്നാൽ കോൺക്രീറ്റ് ഉണങ്ങാൻ 5 ദിവസമെടുക്കും. അതുവരെ ആ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടില്ല. പടിഞ്ഞാറു ഭാഗത്തെ എക്സ്പാൻഷൻ ജോയിന്റുകളുടെ പണി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗതം അനുവദിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി സബ് RT ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാർലിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ 100-ലധികം ജീവനക്കാർ പങ്കെടുത്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് ജോസഫ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ SM മനോജ് കുമാർ, V അനിൽകുമാർ, MP സെന്തിൽ, CV മാർത്താണ്ഡൻ, SI ബദറുദ്ദീൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണായനം വിഷ്ണു സഹസ്രനാമ സത്സംഗവും സമാധാന സദസ്സും സംഘടിപ്പിച്ചു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, അരുൺ C നമ്പ്യാർ, സബിത രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. DCC സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. TS ശ്രീജിത്ത് പഠനോപകരണ വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈനി തമ്പി, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള കാർപ്പന്റർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. മേത്തലയിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കുമാർ കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജയൻ മുതുവറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് സോമൻ, ജില്ലാ സെക്രട്ടറി സുബിൻ വലപ്പാട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിതീഷ് കാണിപ്പയ്യൂർ, താലൂക്ക് കോർഡിനേറ്റർ ശിവദാസ് മേത്തല, ജില്ലാ കമ്മിറ്റി അംഗം മെമ്പർ ഉദയൻ എന്നിവർ സംസാരിച്ചു. മസ്ജിദ് മുബാറക് മഹൽ കമ്മിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമി കാളമുറി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി മതിലകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ PI നൌഷാദ്, ജമാഅത്തെ ഇസ്ലാമി കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് ജമാൽ മുഹമ്മദ്, DCC സെക്രട്ടറി KF ഡൊമിനിക്, നടനും നാടക പ്രവർത്തകനുമായ മനോ മോഹൻ, മാധ്യമപ്രവർത്തകൻ ഹരി പെരിഞ്ഞനൻ തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനാപ്പള്ളി പിതൃവേദിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഫ്രാൻസിസ്, ബതുൽ സൈമൺ, ഷീന സാബു, പിതൃവേദി പ്രസിഡന്റ് ലാറ്റി ആന്റണി, ട്രഷറർ ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സേവിയർ ചിറ്റിലപ്പള്ളി MLAക്ക് സ്വീകരണം നൽകി. ചിറ്റിലപ്പള്ളി മഹാകുടുംബയോഗം പ്രസിഡന്റ് സാൻഡി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കുടുംബയോഗം പ്രസിഡന്റ് ടോബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മഹാകുടുംബയോഗം സെക്രട്ടറി സിജു ജോസ്, പാട്രിക് തൊമ്മാന, പോൾ പോഴലി പറമ്പിൽ, ജോയ് കോക്കാട്, ആന്റണി തിരൂർ എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് ചിറയത്ത് തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ അർണോസ് പാതിരിയുടെ വസതിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. അർണോസ് കലാകേന്ദ്രം വൈസ് പ്രസിഡന്റ് PP യേശുദാസ്, സെക്രട്ടറി ലീന ആന്റണി, ഫാദർ SJ ഡൊമിനിക്, ഫാദർ ജോൺ പേരാമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. കരുമത്ര വടക്കേക്കര 2-ാം വാർഡിൽ നിന്ന് SSLC +2 പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളെ മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് അറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വിനോദ് മാടവന, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, KB പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് MK നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് പെരുന്നാൾ സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി PP വർഗീസ്, അനിൽ കല്ലാറ്റ്, KV മുഹമ്മദുണ്ണി, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. BJP ചെമ്മാപ്പിള്ളി വടക്കുമുറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. റിനി കൃഷ്ണപ്രസാദ്, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ്, EP ജാൻസി, TG രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റത്തറ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 1 മുതൽ 11 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 ദിവ്യബലി ഉണ്ടായിരിക്കും. ജൂൺ 13 ഊട്ടുതിരുനാൾ. മുള്ളൂർക്കര ഇരുനിലംകൂട് മഹാദേവ ക്ഷേത്രത്തിലെ 30ാമത് വാർഷിക മഹാ അന്നദാനം നാളെ നടത്തും. ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ, ജനറൽ സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് & ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മന്ത്രി OJ ജനീഷിന് ഉച്ചഭക്ഷണം നൽകിയതിൽ തെറ്റില്ലെന്ന് CPI പുറത്താക്കിയ PS അബ്ദുൾ റഹ്മാൻ. 55 വർഷമായി CPI പ്രവർത്തകനെന്നും പ്രതികരണം. അബ്ദുൾ റഹ്മാനുമായി ആശയവിനിമയം നടത്തി മറ്റു പാർട്ടികളിലെ നേതാക്കൾ.
റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായില്ല. മണ്ണിടിച്ചിൽ ഭീതിയിൽ തൃശൂർ രാമവർമ്മപുരത്തെ നിരവധി കുടുംബങ്ങൾ. നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് കത്ത് നൽകി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കാൻ ഒരുങ്ങി വിദ്യാലയങ്ങൾ. ജില്ലാതല പ്രവേശനോത്സവം മാള സോക്കർസോ സ്കൂളിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ക്ഷീര കർഷകന് ലഭിക്കുക 3 രൂപ 35 പൈസ. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതലകൾ നൽകി സർക്കാർ ഉത്തരവിറക്കി. തൃശൂർ ജില്ലയുടെ ചുമതല മന്ത്രി OJ ജനീഷിന്. മണലൂർ ഏനാമാവ് റോഡിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 മരണം. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ ബൈക്കിൽ ലോറി ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഉത്രാളിക്കാവിന് സമീപം കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി തൂണിലിടിച്ചു മറിഞ്ഞ പത്താങ്കല്ല് സ്വദേശികൾക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.